ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. സൂറത്ത് ഹജ്ജ് 11, 12, 13 വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ കിതാബിലും സുന്നത്തിലും അറിവില്ലാതെ ആളുകളെ ദ്വലാലത്തിലേക്ക് ക്ഷണിക്കുന്ന, ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പരാമർശിച്ചു. അറിവില്ലാതെ അള്ളാഹുവിൻ്റെ പേരിൽ തർക്കിക്കുന്നവർ, അവരെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചു. ശേഷം ഈ വരുന്ന ആയത്തുകളിൽ, ഈ 3 ആയത്തുകളിൽ അള്ളാഹു പരാമർശിക്കുന്നത്
മുനാഫിഖീങ്ങളായ ആളുകളെ സംബന്ധിച്ചാണ്. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി അവർക്ക് നന്മകൾ ചൊരിഞ്ഞാൽ, സമ്പത്ത് കൊടുത്താൽ, ആരോഗ്യം കൊടുത്താൽ, രോഗം കൊടുക്കാതിരുന്നാൽ, പ്രയാസങ്ങളൊന്നും ജീവിതത്തിൽ വരുത്താതിരുന്നാൽ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അതിൽ ഇബാദത്തുകളെടുത്ത് അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യും. എന്നാൽ പരീക്ഷണങ്ങൾ നൽകിയാൽ, അവർക്ക് പ്രയാസങ്ങൾ നൽകിയാൽ ദീന് തന്നെ വിട്ടുപോകുന്ന അവസ്ഥയും ഉണ്ടാകും. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നത്. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൈ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തെല്ലത്ത് നിന്നുകൊണ്ട് ഇബാദത്തെടുക്കുന്നവർ. ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു തെമ്പ്, ഒരു വിയാൻ അവസാനം നിൽക്കുന്ന ഒരു ഭാഗം, തെല്ല് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ തെല്ലത്ത് നിന്നുകൊണ്ട് ഇബാദത്തെടുക്കുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവിടെ ഹർഫ് എന്നുകൊണ്ട് ഉദ്ദേശം ഭാഷാപരമായി തെല്ല് എന്നാണെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു ഷെക്കാണ് അവിടെ ഉദ്ദേശം. ഷെക്കിലായിക്കൊണ്ട്, ഒരു സംശയത്തിലായിക്കൊണ്ട് ഇബാദത്തെടുക്കുന്ന ആളുകളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അറാബിയായ മനുഷ്യൻ കടന്നു വന്നു, മദീനയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ, തൻ്റെ ഭാര്യ പ്രസവിക്കുക, അതുപോലെ തന്നെ കുതിര പ്രസവിക്കുക, ഇങ്ങനെയുള്ള ഖൈറുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പറയും ഇത് നല്ല ദീനാണ്. ഈ ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് എൻ്റെ ഭാര്യ പ്രസവിച്ചു, എൻ്റെ കുതിര പ്രസവിച്ചു, നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു, അതുകൊണ്ട് തന്നെ ഈ ദീന് നല്ല ദീനാണ്. ഇനി അതൊന്നും അവർക്കുണ്ടായിട്ടില്ല എങ്കിൽ, ഈ ദീന് സ്വീകരിച്ചതുകൊണ്ട് പ്രയാസമാണ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് എങ്കിൽ, ഭാര്യ പ്രസവിക്കുന്നില്ല, കുതിര പ്രസവിക്കുന്നില്ല, അങ്ങനെ ജീവിതത്തിലേക്ക് നന്മകളൊന്നും വരുന്നില്ല എങ്കിൽ അവർ പറയും ഹാദ ദീനു സു, ഇത് മോശപ്പെട്ട ദീനാണ് എന്ന് പറഞ്ഞ് അവർ അതിൽ നിന്ന് മാറിപ്പോകുമെന്നാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി കൊടുക്കും നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ദീനിനെ മനസ്സിലാക്കി ദീനിൽ ഇബാദത്തെടുക്കുന്ന ആളുകളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഒരു ഷെക്കിലായിക്കൊണ്ട്, ഒരു കൃത്യമായൊരു ബോധ്യമില്ലാതെ, അള്ളാഹുവിനെ മനസ്സിലാക്കാതെ അങ്ങനെ നിൽക്കുന്ന ആളുകൾ ഉണ്ട്. ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, അവനൊരു ഖൈർ ബാധിച്ചാൽ, ഒരു നന്മയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എങ്കിൽ അവനെടുക്കുന്ന ഇബാദത്ത് കൊണ്ടാണ്, ഞാനെടുക്കുന്ന പ്രാർത്ഥന കൊണ്ടാണ് എന്ന് സമാധാനപ്പെടും അവൻ. ഞാൻ നിസ്കരിക്കാനൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്കൊരുപാട് സമ്പത്തുള്ളത്, ഞാനിങ്ങനെ ആളുകൾക്ക് സ്വതക്കെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഖൈറൊക്കെ വന്നിട്ടുള്ളത് എന്ന് അവൻ സമാധാനപ്പെടുകയും, ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് ഫിത്നയാണ് കടന്നു വരുന്നത് എങ്കിൽ വൈൻ അസാബത്തുഹു ഫിത്നത്തുൻ ഇൻ ഖലബ അലാ വജീഹി, ഈ പറഞ്ഞതൊക്കെ അവൻ തിരുത്തും. ഇതെല്ലാം തിരുത്തിയിട്ട് അവൻ ഈ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ്. ഇതിനെ കുറ്റം പറയും, ആ ദീനിൽ നിലനിന്നത് കൊണ്ടാണ്, ഞാനിങ്ങനെ ഇബാദത്തും സ്വലാത്തുമായൊന്നും മുന്നോട്ട് പോയാൽ പറ്റൂല, ഖുർആൻ ഓതിയിട്ടൊന്നും കാര്യമല്ല, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നീങ്ങണില്ല, എൻ്റെ പ്രയാസങ്ങൾ കൂടിക്കൂടി വരികയേ ചെയ്യണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നത്. സൂറത്ത് അങ്കബൂത്തിൽ കാണാം ഇതേ അവസ്ഥാവിശേഷത്തെ മുനാഫിക്കീങ്ങളുടെ സ്വഭാവമായി അള്ളാഹു എടുത്തു പറഞ്ഞേ കാണാം. സൂറത്ത് അങ്കബൂത്തിലെ 10-11 വചനങ്ങൾ. വമിനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഫൈദ ഊദിയ ഫില്ല, അള്ളാഹിൻ്റെ മാർഗത്തെ അവർ പരീക്ഷിക്കപ്പെട്ടാൽ, അവർ ശിക്ഷിക്കപ്പെട്ടാൽ, ജഅല ഫിത്നത്തുന്നാസി കഅദാബില്ലാ, ജനങ്ങളിൽ നിന്ന് അവർക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളെ അത് അള്ളാഹിൻ്റെ ശിക്ഷയായി അവർ ഗണിക്കുകയും, എന്നിട്ട് വലയിൻ ജാഅ നസ്റും മിൻ റബ്ബിക, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിച്ചാൽ, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും കാരുണ്യം ലഭിച്ചാൽ, അനുഗ്രഹം ലഭിച്ചാൽ, അവരുടെ യഖൂലുന്ന, മുഅ്മിനീങ്ങളായ ആളുകളോട് അവർ പറയും ഇന്നാ കുന്നാ മാക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, ഞങ്ങളും വിശ്വാസികൾ തന്നെയാണ് കേട്ടോ എന്ന് പറയും. എന്നാൽ ആളുകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ലഭിച്ചാൽ, കുത്തുവാക്കുകൾ ലഭിച്ചാൽ അവർ പറയും ഇത് അള്ളാഹിൻ്റെ ശിക്ഷയാണ് എന്ന് പറഞ്ഞ് ദീനിൽ നിന്ന് മാറി നിൽക്കും. ഇനിയോ അവർക്ക് അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിച്ചാൽ, കാരുണ്യം ലഭിച്ചാൽ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളെ ഞങ്ങൾ കൂടെയുണ്ട്,
അവലൈസല്ലാഹു ബി അഅലമ ബിമാ ഫി സുദൂരിൽ ആലമീൻ, ലോകരുടെ മനസ്സിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ടല്ലോ. വലയഅലമൻ അല്ലാഹുല്ലദീന ആമനു വലയഅലമനൽ മുനാഫിഖീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളാരാണ് എന്നും മുനാഫിഖുകളാരാണെന്നും കൃത്യമായി അറിയുന്നവൻ തന്നെയാണ് എന്ന് സൂറത്ത് അൻകബൂത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ആ നിലക്ക് വിശ്വാസം ഉറക്കാത്ത ശക്കിലായിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് നന്മയാണ് വരുന്നത് എങ്കിൽ അവർ ദീനിൻ്റെ ആളുകളായി മാറും. ഈ ഫിത്നയാണ് വരുന്നത് എങ്കിൽ, കുത്തുവാക്കുകളാണ് വരുന്നതെങ്കിൽ, സമൂഹത്തിൽ നിന്ന് അവർക്ക് തിരിച്ചടിയാണ് വരുന്നത് എങ്കിൽ വേഗം ഈ ദീനിൽ നിന്ന് മാറി നിന്ന് അതിനെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അത്തരം ആളുകൾക്ക് ഖസിറ ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും അവർക്ക് നഷ്ടമാണ്, നാളെ ആഖിറത്തിലും അവർക്ക് നഷ്ടമാണ് ഉണ്ടാവുക. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടമെന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ അള്ളാഹു കണക്കാക്കിയതേ ഒരു മനുഷ്യന് ലഭിക്കുകയുള്ളൂ. ഈ ദീനിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ലഭിക്കുമെന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഖദറാക്കിയത് മാത്രമേ ഈ ദുനിയാവിൽ ഒരാൾ കുടിക്കുകയുള്ളൂ, ഒരാൾ ഭക്ഷിക്കുകയുള്ളൂ, ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ അത് അള്ളാഹു കണക്കാക്കിയിരിക്കണം, ഇല്ല എങ്കിൽ ഒരു തുള്ളി പോലും ഈ ദുനിയാവിൽ നിന്ന് എടുക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ കുറ്റം പറഞ്ഞ് പറഞ്ഞ് പോകുന്ന ആളുകൾ, എല്ലാം ലഭിക്കുമെന്ന് കരുതി പോകുന്ന ആളുകൾ, അവർക്ക് സത്യത്തിലൊന്നും ലഭിക്കുന്നില്ല. അള്ളാഹു കണക്കാക്കിയതല്ലാത്ത ഒരു കാര്യവും അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥമായിട്ടുള്ളത്. എന്നിട്ട് അത്തരം ആളുകൾ പലപ്പോഴും പോകുന്നത് ഈ ദീന് വിടുന്നു, എന്നിട്ട് ബീവിയിലേക്ക്, ഭാവയിലേക്ക്, ബിംബങ്ങളിലേക്ക് പോകുന്നു, ആളുകളിലേക്ക് പോകുന്നു. ആരാണോ പൈസ തരുന്നത് അവിടെ അടുക്കിലേക്ക് പോകുന്നു. അവരെന്താണ് വിശ്വാസം, ആ വിശ്വാസം അവരും പേറുന്നു. അങ്ങനെ ജീവിതത്തെ നയിക്കുന്ന ആളുകളായി മാറുന്നു. ആ അവസ്ഥാവിശേഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു. അള്ളാഹ്ക്ക് പുറമെ ഈ ആൾ, ഈ ദീനിൽ നിന്ന് പുറത്തുപോയ ഈ മനുഷ്യൻ, അവൻ ഉപകാരം ചെയ്യാത്ത, അവൻ ഉപദ്രവം ചെയ്യാത്ത, മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു, അവന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരോട് ചോദിക്കുന്നു. അള്ളാഹ്ക്ക് പുറമെ അത്തരം ആളുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. ദാലിക ഹുവദ് ദലാലുൽ ബഈദ്, അത് ഏറ്റവും വിദൂരമായ വഴികേടാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പം അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റാരിലേക്ക് അഭയം പ്രാപിച്ചാലും, ആരോട് പ്രാർത്ഥിച്ചാലും, ആരോട് ചോദിച്ചാലും അള്ളാഹു തരുന്നത് പോലെ തരാൻ അവർക്ക് കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അപകടങ്ങൾ തടയുന്നത് പോലെ തടയാൻ അവർക്ക് കഴിയില്ല. അള്ളാഹുവിനാണ് അതൊക്കെ കഴിയുന്നത്. അള്ളാഹു ഒരു ശിക്ഷ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു ഒരു അനുഗ്രഹം ഒരാൾക്ക് നൽകിയാൽ അതിനെ തടയാനും ഒരാൾക്കും കഴിയില്ല. ആ ഒരു വിശ്വാസമാണ് നമുക്കൊക്കെ വേണ്ടത്. പക്ഷേ ഇത്തരം ആളുകൾക്ക് അത്തരം വിശ്വാസം ഉണ്ടാവുകയില്ല. അവർ ശക്കിലായിരിക്കും, ഒരു സംശയത്തിലായിരിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. 13ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു. യദ്ഉ ലമൻ ദർറുഹു അഖ്റബു മിൻ നഫ്ഇഹി, അവൻ പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ, അതല്ലെങ്കിൽ ആ ഒരു വസ്തു, അത് അവന് ഉപകാരം നൽകുന്നതിനേക്കാൾ അവൻ ഉപദ്രവമാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നാണ്. ഒരുപക്ഷേ അവനങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് അവന് തോന്നും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമ്പത്ത് അവന് കിട്ടിയിട്ടുണ്ടാകും, അവൻ പ്രാർത്ഥിച്ച കാര്യം നടന്നു എന്നൊക്കെ അവന് തോന്നിപ്പോകും. പക്ഷേ ആ നിസാരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവൻ ഏറ്റവും വലിയ നഫ്ആയ, അവന് ഉപകാരമുള്ള ആഖിറം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അവന് ഉണ്ടാവുക. അങ്ങനെ അത്തരം ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലബിസൽ മൗലാ വലബിസൽ അശീർ, നാളെ പരലോകത്ത് പോയാൽ അവൻ ഈ പറഞ്ഞ് വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളൊക്കെ അവിടെ ഉണ്ടാകും. അവിടെ വെച്ചിട്ട് അവൻ ഖേദിക്കും. ലബിസൽ മൗല, ഞാൻ സ്വീകരിച്ച സഹായി എത്രയോ മോശപ്പെട്ടവൻ. വലബിസൽ അശീർ, ഞാൻ കൂടെ കൂട്ടിയ എൻ്റെ ഈ സഹോദരൻ, എൻ്റെ ഈ കൂടെ കൂട്ടിയ ഈ ബന്ധു അതെത്ര മോശപ്പെട്ടവനാണ് എന്ന് അവിടെ നിന്ന് ഖേദിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിട്ട് ഒരു സമാധാനം നമ്മൾ തേടിപ്പോയാൽ ആ സമാധാനം നമുക്ക് ലഭിക്കുകയില്ല. അതിൻ്റെ പര്യവസാനം അത് നമുക്ക് നഷ്ടമായിരിക്കും എന്നാണ് ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ തിരിക്കുക,
നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക. എത്ര പ്രയാസങ്ങൾ ഈ ജീവിതത്തിലേക്ക് വന്നാലും ആ പ്രയാസങ്ങളൊക്കെ ഇത് അള്ളാഹു നൽകിയതാണ്, എനിക്കൊരു പരീക്ഷണമാണ്, ഞാൻ ക്ഷമിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്ഷമ പാലിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ഒരു വിശ്വാസി സമാധാനമടയുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹു എനിക്ക് നൽകിയതാണ്, അതിന് കൃത്യമായി ശുക്ർ ഞാൻ ചെയ്യണം, നന്ദി ഞാൻ ചെയ്യണം. ഇല്ല എങ്കിൽ അതും എനിക്ക് വലിയ പരീക്ഷണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി സമാധാനമടഞ്ഞ് അതിന് കൊടുക്കേണ്ട ഹക്കുകൾ, ബാധ്യതകൾ കൃത്യമായി നിറവേറ്റി മുന്നോട്ട് പോകുന്നവനായിരിക്കും ഒരു വിശ്വാസി എന്നാണ് ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പാകപ്പിഴകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. ആയത്ത് ഒരിക്കൽ കൂടെ പാരായണം ചെയ്യും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.